വനിതാ സംവരണ ഭേദഗതി ബിൽ അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നീക്കത്തിനെതിരെ മാവേലിക്കര MP കൊടിക്കുന്നിൽ സുരേഷിന്റെ കൊട്ടാരക്കരയിലെ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചുമായി യുവമോർച്ച. വനിതാ പ്രവർത്തകർ അടക്കമുള്ളവരെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. രാജ്യത്തെ സ്ത്രീ സമൂഹത്തോട് ഇന്ത്യ മുന്നണി മാപ്പ് പറയണമെന്ന് യുവമോർച്ച ആവശ്യപ്പെട്ടു. വനിതാ സംവരണ ബില്ലിനെ അട്ടിമറിച്ച ഇന്ത്യ മുന്നണിയുടെ നിലപാട് സ്ത്രീവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധം. കൊട്ടാരക്കര കച്ചേരി ജംഗ്ഷനിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഓഫീസിലേക്ക് കോലവുമായി എത്തിയ പ്രതിഷേധ മാർച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് ചാടിക്കയറി. യുവമോർച്ചയുടെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രവർത്തകർ MPയുടെ കോലം കത്തിച്ചു. യുവമോർച്ച സംസ്ഥാന നേതാവ് S. നന്ദു പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വനിതാ സംവരണ ബില്ലിനെ ചതിക്കുഴിയിലൂടെ തള്ളിയിട്ട ഇന്ത്യ മുന്നണിയുടെ നിലപാട് സ്ത്രീ സമൂഹത്തിന് നേരെയുള്ള വെല്ലുവിളിയാണെന്ന് പറഞ്ഞ അദ്ദേഹം വരുംകാലത്ത് കേന്ദ്ര സർക്കാർ ബില്ല് നടപ്പിലാക്കുമെന്നും പറഞ്ഞു. ഇന്ത്യയിലെ പകുതിയിലധികം വരുന്ന സ്ത്രീകൾക്ക് അവർക്ക് ഈ നാട്ടിൽ സ്വാഭിമാനത്തോടു കൂടി ജീവിക്കാൻ, ഈ രാജ്യത്തെ നിയമനിർമ്മാണ സഭകളിൽ അവരുടെ പ്രാതിനിധ്യം ഉയർത്താൻ, അവർക്ക് എല്ലാ തലത്തിലേക്കും ഉയർന്നു വരാൻ ക്ഷമതയുള്ള സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി അവതരിപ്പിക്കപ്പെട്ട ഒരു ബില്ലിനെ ചതിക്കുഴിയിലൂടെ തള്ളിയിട്ട ഒരു പ്രതിപക്ഷ MPയോട് വളരെ മാന്യമായി നിങ്ങളുടെ രാഷ്ട്രീയം തെറ്റാണ്, അത് കേരളത്തിലെ സ്ത്രീകൾക്കും രാജ്യത്തെ സ്ത്രീകൾക്കും എതിരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രതിഷേധവുമായി ഞങ്ങളിവിടെ വന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്നല്ലാതെ പുറത്തു നിന്നുള്ള വനിതകളെ ഉയർത്തിക്കൊണ്ടുവരാത്തവരാണ് കോൺഗ്രസ് ഉൾപ്പെടെ ഇന്ത്യ മുന്നണിയിലുള്ള രാഷ്ട്രീയ പാർട്ടികളെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രതിഷേധ സമരത്തിൽ BJP ജില്ലാ ജനറൽ സെക്രട്ടറി ആലഞ്ചേരി ജയചന്ദ്രൻ മുഖ്യ പ്രഭാഷണം നടത്തി. യുവമോർച്ച കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനന്തു ബ്ലാക്കോട്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ഗ്രീഷ്മ ഗിരീഷ്, ഗൗരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ജനം, കൊല്ലം.